തലക്കനത്തിൻ്റെ കാര്യത്തിൽ ആരും അത്ര മോശക്കാരൊന്നല്ല. ഇപ്പോൾ അതെ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വായകൂടെ തേനും പാലും ഒലിക്കും ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവരൊക്കെ യഥാർത്ഥ കയ്യിലിരിപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണും. ഷാരൂഖ് ഖാൻ ഒരു ഇവൻറ്റിന് വന്നിട്ട് പുറത്തു പോണ സീനാണ്. അപ്പോൾ ആ സീനിൽ ഇപ്പോൾ അത് നടനാണല്ലോ. ഷാരൂഖ് ഖാനെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് ഒന്നും നോക്കാണ്ടിരിക്കുക, എല്ലാവരും നോക്കുകയും ചെയ്യും. ഒരു പറ്റിക്കൊരു സെൽഫി എടുക്കാനും ആഗ്രഹിക്കും. അങ്ങനെ എല്ലാവരും കൂടി ചെന്നോട് കൂടിയിട്ട് ഷാരൂഖ് ഖാൻ ദേഷ്യം അങ്ങോട്ട് വന്നു. ഷാരൂഖ് ഖാൻ സിനിമയിൽ ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ടില്ല, അതേമാതിരിയാണ് മൂപ്പര് ദേഷ്യപ്പെട്ടത് മാത്രമല്ല, ഒരു ചെറുപ്പക്കാരനെ പിടിച്ചൊരു തള്ളി അത് തലകുത്തി വീഴുകയും ചെയ്തു. മൂപ്പരെ വഴിക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താ മനസ്സിലാക്കുന്നത്? നമ്മളൊക്കെ സിനിമ കണ്ട് കൈയടിച്ച് ആരാധിച്ച് ദൈവത്തെ പോലെ ആരാധിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ യഥാർത്ഥ ശീലം എന്താണെന്ന് മനസ്സിലായില്ലേ? മനുഷ്യർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വെറും മനുഷ്യരാണെന്നുള്ളത്. ഒരു പനി വന്നാൽ തീരാവുന്നുള്ള അഹങ്കാരമുള്ള, ഇന്ന് മരിച്ചാൽ നാളെ ഈ നേരം ആകുമ്പോഴേക്കും നമ്മൾ മണ്ണിൻ്റെ അടിയിലോ അല്ലെങ്കിൽ തീയായിട്ട് പോണ ആൾക്കാരാണ്. ശരീരം അത്രയേ ഉള്ളൂ. ആ ശരീരത്തിൽ വെച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചാലോ ഒരു ഉമ്മ വെച്ചാലോ അല്ലെങ്കിൽ ഒരു സെൽഫി എടുത്താലോ ഇവർക്കൊക്കെ എന്ത് നഷ്ടം വരാൻ പോകണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ജനങ്ങൾ തന്നെയല്ലേ ഇവരെ ഈ ആരാധിച്ച് ഇതുപോലെ ഒരു സ്റ്റാറാക്കണത്. ആ ചിന്ത ഇവർക്ക് ഉണ്ടാ? ഇവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അഹങ്കാരം, കോടികൾ വാങ്ങുന്നതിൻ്റെ അഹങ്കാരം, കോടികൾ കുന്നുകൂട്ടി വയ്ക്കുന്നതിൻ്റെ അഹങ്കാരം. ഈ ശ്വാസം ഇങ്ങോട്ട് വിട്ട ശ്വാസം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എന്തായി? കഴിഞ്ഞില്ലേ പണി? ഈ വർക്ക് ചെയ്യുന്ന സാധനം മെഷീൻ നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന സാധനം അത് ഒരു പ്രാവശ്യം അടിച്ച് പിന്നെ നിന്ന് കഴിഞ്ഞാൽ എന്തായി തരം? എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. അപ്പോൾ എന്തിനാണ് ഈ ആനപ്പുറത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പണ്ടാരെ പറഞ്ഞവർക്ക് ആനപ്പുറത്ത് ഇരിക്കുമ്പോൾ പട്ടീനെ പേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനപ്പുറത്ത് ഇരിക്കുമ്പോൾ നമ്മൾ പട്ടീനെ പേടിക്കണ്ടേ? ഇന്നല്ലെങ്കിൽ നാളെ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങേണ്ട വരും. അപ്പോൾ ചോട്ടി നിൽക്കുന്ന പട്ടി പേപ്പട്ടിയായിട്ട് കടിക്കും. ഇവരൊന്നും ഒരു വിലയും വയ്ക്കില്ല. 2 സിനിമ വരെ പൊളിഞ്ഞാൽ 3 സിനിമ വരെ പൊളിഞ്ഞാൽ ഇവരൊന്നും ഒരു 10 പൈസയ്ക്ക് വില വയ്ക്കില്ല. ഇനി അവർക്ക് പ്രായമായില്ലപ്പോൾ തന്നെ ഇനി കുറച്ചും കൂടി പ്രായമായി വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ തിരിഞ്ഞു നോക്കില്ല ഇവരൊക്കെ. അമ്മാതിരി അഹങ്കാരം തലക്കനം ഒക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്. ഷാരൂഖ് ഖാനൊക്കെ ഈ കാര്യത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒരു ഡീസൻ്റാണ് നമ്മൾ വിചാരിക്കാം. പക്ഷെ അതിനേക്കാളും കൂതറയാണ് മൂപ്പരൊക്കെ. ഈ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുക, ഇവരെല്ലാം ഒരു ചുമ്മാ നമ്മളെപ്പോലെ ഒരു മനുഷ്യരാണ്. സിനിമ കാണുക, അവിടെ അവസാനിപ്പിച്ച് പോരുക. പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ ഒരു അഹങ്കാരം കുറഞ്ഞു.